വിശുദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണത്. ഫറോവ ചക്രവർത്തി സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ഫറോവ ചക്രവർത്തി ഫിർഔൻ, റംസീസ് രണ്ടാമൻ എന്നാണ് അയാളുടെ പേര്. ഫിർഔനുമാർ ഒരുപാടുണ്ട്. ഫിർഔൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ഒരുപാട് ഫിർഔനുണ്ട്. മൂസാ നബിയുടെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. ചെങ്കടൽ പിളർന്ന മഹാത്ഭുതം നടന്നു. ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മൂസ നബിയും ഇസ്രായേലികളായ മക്കളും മുറിച്ചു കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ്. ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട്. അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ. അള്ളാഹു എന്താ പറഞ്ഞത്? ഫറോവ അന്നേരം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾ, യാക്കൂബ് നബിയുടെ മക്കൾ. ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കൾ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം. അതുകൊണ്ടാ ബനു ഇസ്രായേൽ എന്ന് പറയാൻ കാരണം. അല്ല, ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാക്കൂബ് നബിയുടെ പേരാണത്. ഇസ്രായേൽ സന്തതികളും മൂസ നബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഫറോവ, ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. اليوم ننجيك ببدنك لتكون لمن خلفك آية. اليوم ننجيك, നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും. ബിബദനിക, നിന്റെ ഡെഡ് ബോഡി, നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും. ഈസ നബി അലൈഹിസ്സലാമിന്റെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 3000-ൽ അല്ലാഹു പറഞ്ഞ വാക്കാണ്. പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കെ സ്വഹാബികൾ ഒരാളും എന്ന് ചോദിച്ചില്ല, നബിയെ, എവിടെയാണ് ഫറോവയുടെ ശരീരം കിടക്കുന്നത്? എവിടെയാണത് നബിയെ? അന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അവരും ഓതുന്നുണ്ട്, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ. സുഹാബികൾ ചോദിച്ചില്ല, നബിയെ, ഇങ്ങനെ ഒരു വാക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ. ചോദിച്ചില്ല. അവർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല, ഉലമാഇനോട് സംശയം ഉയർത്തിയിട്ടില്ല. അല്ലാഹു പറയുന്നു, എവിടെയാണ് ശരീരമെന്നറിയില്ല. താബിഈകളുടെ കാലം കഴിഞ്ഞു. 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവിട്ടത് എവിടെ ആ ശരീരം. ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ്. ഖുർആനിൽ തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫല ശ്രമം നടത്തുകയാണ്. എവിടെയാണ് ആ ശരീരം? ആ നേരത്താണ് അല്ലാഹു 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് 1905-ന്റെ ഉള്ളിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത്. ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി.
BC 3000-ങ്ങളിൽ ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ, ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി. ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി. ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവർ വായിച്ചെടുത്തു. നോക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് പടപൊരുതി ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഡെഡ് ബോഡിയാണിത്. ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട്. ആർക്കും പോയി കാണാൻ പറ്റും. അവിടുത്തെ അത്ഭുതം, ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം. ഈ ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട, വെറും ചിൽക്കൂടിൽ വെച്ചിരിക്കുക. 3000 കൊല്ലങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും 3500 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതും കഴിഞ്ഞൊരു 1400 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ചു നോക്കണം, 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ്. ആ ശരീരം മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഫറോവയുടെ ഡെഡ് ബോഡി ഇന്നും കിടക്കുകയാണ്. എപ്പോഴാണ് കണ്ടെത്തിയത്? 20-ാം നൂറ്റാണ്ടിൽ. എന്താ ഇങ്ങോട്ട് ബന്ധിച്ചു വെച്ചത്? അപ്പോഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത്. അവര് കണ്ടോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. റൂം, ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു. ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത്. അദ്നൽ അർള്, the lowest point on earth. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണ് എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഫലസ്തീനിന്റെ അടുത്താണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഫീ അദ്നൽ അർളി, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ദനാ യദ്നു, അദ്ന എന്ന് പറഞ്ഞാൽ the lowest, അത് സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? റൂം. അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം. അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. സൂറത്തുർ റൂം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്നൽ അർളി. റോമ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സീയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്. അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന. 10-ൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു.
ഇത് പറഞ്ഞ് 7ാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം, അവർ ജയിച്ചതാണ്. അദ്നൽ അർളി, ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ? ചാവുകടലാണ്. ഇത് ഖുർആൻ പറഞ്ഞു. അന്നൊക്കെ അളക്കാൻ പറ്റും അതൊക്കെ. അദ്നൽ അർള്, ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. ശുദ്ധ ഖുർആൻ പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച ചാവുകടലിന്റെ പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന് കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രായിനെ കുറിച്ച്, മിഅ്റാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗമാണ് സുബ്ഹാന. ഏറ്റവും പരിശുദ്ധനായവൻ അല്ലാഹു പരിശുദ്ധനാണ്. അത്ഭുതം നടക്കും പറയുന്ന വാക്ക. അതേ പ്രയോഗം സൂറത്തു യാസീനിൽ അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിനെയും ഇണകളായി പടച്ച അല്ലാഹു പരിശുദ്ധനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിലും. വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും ഇണകളുണ്ട്, സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും എന്ന് പറഞ്ഞ പോലെ സസ്യങ്ങളിലും മാസ്കുലിൻ ഫെമിനിൻ, മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട്. ഇത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ. അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവൂ. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതിലും ഇണകളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ? മൂലകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, എലമെന്റ്സ് അല്ലേ? മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും? ആറ്റം. ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്. എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. മൂജബയും സാലിബയും. മൂജബ എന്ത്? പോസിറ്റീവ്. സാലിബ നെഗറ്റീവ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഈ ചാർജുകൾ ഇല്ലാത്ത ഒരു സാധനമില്ല ലോകത്തെ എല്ലാ സാധനവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, എനിക്ക് പറയാൻ കഴിയുന്നത്. എല്ലാറ്റിലും നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട്. ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട്. സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളുണ്ട്. പിന്നെന്താ അത്ഭുതം! അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആറ്റങ്ങളുണ്ടെന്ന്. അവരെന്താ ആറ്റം? അറബികൾക്ക്, അറാബികളായ ആളുകൾക്ക്. എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാന. ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബ്ഹാനല്ലാഹ്. അത് തിരുമാമ പറയും സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് പടച്ചവനെ, നീ പരിശുദ്ധനാണ്. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يا معشر الجن والإنس سورة الرحمن. ഓ മനുഷ്യരെ, ജിന്നുകളെ, മനുഷ്യവർഗമേ, ഭൂതവർഗമേ,
ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ആകാശഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദു നിങ്ങളൊന്ന് കയറി നോക്കട്ടെ. എന്താ പറഞ്ഞെന്നറിയോ? ഭൂമിയെ തുളക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. ഭൂമിയെ തുളക്കാൻ പറ്റുമോ? മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദു, go and do it. لا تنفذون إلا بسلطان അല്ലാഹു നൽകുന്ന മഹാ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഭൂമിയെ തുളച്ചു ഒരറ്റത്തുന്ന മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതാ ഖുർആൻ പറയുന്നത്. ഭൂമിയെ ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഭൂമിയെ തുളച്ചിട്ടുണ്ട്. എത്രയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിയുടെ കോർ വരെ, ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ കഴിയില്ല. അത്രക്ക് ഘനീഭവിച്ച തീയും ചൂടുമുണ്ട്. തുളക്കുന്ന മെഷീൻ പോലും മെൽറ്റായി പോകും. അല്ലാഹു പറയാം, ലാ തൻഫുദൂൻ, നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങൾക്കതിന് കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കോളൂ, കഴിയൂല. ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ചന്ദ്രനിൽ പോകാൻ പറ്റുമോ? മാർസിലേക്ക്, സാറ്റേണിലേക്ക് പോകാൻ പറ്റുമോ? ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ? ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആകാശത്തിന്റെ അറ്റം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കഴിയില്ല. അങ്ങനെ ഒരു യാത്ര, അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ആളാണ് മിഅ്റാജിന്റെ രാവിൽ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് ആകാശത്തിന്റെ, ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത്. വേറെ ഒരാൾക്കും അത് കഴിയൂല. വിശുദ്ധ ഖുർആൻ പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇത് വലിയൊരു അത്ഭുതമാണ്. മിൻഹാ ഖലഖനാകും, മയ്യിത്തിനെ നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും. ومنها نخرجكم تارة أخرى, ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും. ഇത് പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ? ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി, മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ്. ചന്ദ്രനിൽ പോയാലും ശരി, ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല. ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല. മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാ കൽപ്പന ചൗള ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മയ്യിത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. വലിയൊരു സ്പേസ് എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ട്. ഓർമ്മല്ലേ? എന്താ കാരണം എന്നറിയോ? അള്ളാന്റെ വാക്കാ, വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും. അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ, അതൊന്നും വിഷയമല്ല. മരിക്കാൻ ഈ മണ്ണ് വേണം. ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. അതുകൊണ്ട് ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത്. അന്തരീക്ഷം ഭൂമിന്റെ ഭാഗമാണ്. അതിനുള്ളിൽ മരിക്കാം. പക്ഷേ മയ്യിത്ത് ഭൂമിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ പറഞ്ഞ അത്ഭുതമാണ്. മറ്റൊരു വലിയ അത്ഭുതം ഖുർആൻ പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് സൂറത്തു തബാറക്കയിലല്ലേ, അവലം യറൗ ഇലാ ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലാ റഹ്മാൻ. ശരിയല്ലേ? ഇനി സൂറത്തു നഹ്ലിലേക്ക് വരാം.
അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പറക്കുന്നവ, പക്ഷി എന്ന് പറയാം. കൈറ്റിന് ത്വയ്ർ എന്ന് പറയും, ത്വയ്യാറ എന്ന് പറയും. ഫ്ലൈറ്റിന് ത്വാഇറ എന്ന് പറയും. ത്വാറ യതീറു, പറക്കുന്നതൊക്കെ ത്വയ്റാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ത്വയ്രി ഫൗഖഹും, നിങ്ങളുടെ മീതെ പറക്കുന്നവയെ കാണുന്നില്ലേ? ഏതാണ്? പക്ഷികൾ. നിങ്ങളുടെ മീതെ സ്വാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത്. കാരുണ്യവാൻ. കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോടാ കരുണ ചെയ്യുക. അപ്പോഴല്ലേ കാരുണ്യം എന്ന് പറയുള്ളൂ. ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യുക. റഹ്മത്ത് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല. ഖുർആനുകൾ ആവർത്തനമില്ലെന്നാണ്. ആവർത്തനമില്ല. തോന്നും നമുക്ക് ആവർത്തനാണോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 82 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ്, ആവർത്തനം വരില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു. ഇതാണ് വിഷയം. ഇതേ ആശയം സൂറത്തുൻ നഹ്ലിൽ എന്താ അല്ലാഹു അവിടെ പറയുന്നത്? അവലം യറൗ ഇല ത്വയ്രി, അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഫൗഖഹു എന്ന് പറഞ്ഞോ? അവരുടെ മീതെ ഇല്ല. സ്വാഫാത്തിൻ വയഖ്ബിദ്ന എന്നുണ്ടോ? അതുമില്ല. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. മുസഖറാത്തിൻ, കൺട്രോൾ ചെയ്യപ്പെട്ടത്. കൺട്രോൾ ചെയ്യപ്പെട്ട തസ്ഖീർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ്, അല്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാന സഖറ ലനാ അല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ. ഇനി നോക്കുക, അവലം യറൗ ഇല ത്വയ്രി, ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത്. അവലം യറൗ ഇല ത്വയ്രി, പറക്കുന്നവയെ അവരെ കാണുന്നില്ലേ? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത്. റഡാർ സംവിധാനങ്ങൾ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ. ചിറക് വിടർത്തി കൂട്ടിയെന്നല്ല. മുസഖറാത്തിൻ, റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റിപ്പോകും, ലാൻഡ് ചെയ്യാൻ പറ്റൂല. തസ്ഖീർ ചെയ്യപ്പെട്ട് മനുഷ്യർക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നത്. ഇല്ല റഹ്മാൻ അല്ല ഇവിടെ പറഞ്ഞത്. എന്താ? ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാഹ് എന്ന് പ്രയോഗിക്കുക. ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ, കാരുണ്യവാൻ. പറവകൾ ജീവികളാണ്, അവരോട് കാരുണ്യവാനാ അവരെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്ത് പറക്കുന്ന, പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന, റഡാർ കൊണ്ട് സംവിധാനിക്കപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ്ലെസ് വിമാനങ്ങളുണ്ട്. വിമാനം അലൂമിനിയമാണ്, ഇരുമ്പാണ്, മറ്റു ലോഹങ്ങളാണ്. മനുഷ്യന്മാരകത്തുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട്.
മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. ഈ ഇരുമ്പിൻ കഷ്ണങ്ങളെ, അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്തെ പിടിച്ചു നിർത്തുന്നത് അവനാണ്. അതിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അല്ലാഹ് എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇനിയിപ്പോ ഫ്ലൈറ്റ് എന്ന് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവാന്ന് അർത്ഥം വെക്കാം, ബേർഡ്സ് എന്ന് അർത്ഥം വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇങ്ങനെ പറക്കുന്നവയുണ്ട്. ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് തബാറക്കയിൽ ഫൗഖഹും, നിങ്ങളുടെ തലന്റെ മീതെയായി ഇവർ പറക്കുന്നത്. പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത്? നിങ്ങളുടെ തലന്റെ മീതെ. വിമാനത്തെ പറ്റി പറഞ്ഞു ഫീ ജൗവിസ് സമാ, ഭൂമിയിൽ നിന്ന് 40,000 50,000 അടി ഉയരത്തിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. 40,000, 40,000 ഫീറ്റ്, 35,000 ഫീറ്റ്, 60,000 ഫീറ്റ് ഹൈറ്റിലാണ് പറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കലാം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അന്ത്യനാളിനോടടുക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നു, വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് കയറാൻ പോകുന്നുണ്ട്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകും. സീ ലെവൽ ഉയരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ? ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ്, ഏറ്റവും വലിയ ആഗോള താപനം. ആഗോള താപനം എന്നത് വാർമിംഗ് ശരിക്കൊരു വാർണിംഗ് ആണ്. ഇത് അള്ളാഹുവിന്റെ വാർണിംഗ് ആണ്, താക്കീതാണെന്നാണ്. ഐസുമലകൾ കാണാനില്ല, ഐസുമലകൾ കാണാനില്ല. ഗ്രീൻലാൻഡിലെയും പസഫിക്കിന്റെ ഭാഗങ്ങളിൽ കിടക്കുന്ന എത്രയോ ഐസിന്റെ മലകൾക്ക് അഡ്രസ് ഇല്ല. എവിടെ പോയി? മെൽറ്റായി പോയിരിക്കുകയാണ്. പോളാർ റീജിയനുകളിൽ, സൂര്യൻ ഉദിക്കാത്ത പ്രദേശങ്ങളിൽ കിടക്കുന്ന എത്രയോ മലകൾ ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഐസിന്റെ മലകൾ. സയന്റിസ്റ്റുകളല്ലേ പറയുന്നത്. എന്താ കാരണം? ചൂട് കൂടിയിട്ട് അവയൊക്കെ ഉരുകി ഒലിച്ച് വെള്ളത്തിലേക്ക് അലിയുകയാണ്. അങ്ങനെ ഗ്രീൻലാൻഡിൽ മാത്രമുള്ള ഐസ് മലകളെങ്ങാനും വെള്ളമായി അലിഞ്ഞ് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ലോകത്തെ സമുദ്രജലം 6 മീറ്ററോളം ഉയർത്താൻ മാത്രമുള്ള ഐസിന്റെ മലകൾ ഗ്രീൻലാൻഡിൽ അല്ലാഹു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന കടലോര പ്രദേശങ്ങൾ, സർവമാന ലോകത്തിന്റെ സീപോർട്ടുകളും വെള്ളത്തിനടിയിലായി പോകും. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകാൻ പോകുന്നുണ്ട്. അത് അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കടൽ ജലം ഉയരാനുള്ള സാധ്യതയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഐസുമലകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഐസുമലയൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ കടലിൽ ജലത്തിന്റെ നിരപ്പ് ഉയരാൻ തുടങ്ങും. എന്തിന് 6 മീറ്റർ? 1 മീറ്റർ ഉയർന്നാൽ ലോകത്തെ ഒട്ടുമിക്ക സീപോർട്ടുകളും വെള്ളത്തിനടിയില്ല. 2 or 3 ഉയർന്നാൽ കഴിഞ്ഞു. പിന്നെ ഒരു കപ്പലിനും സീപോർട്ടിലേക്ക് സാധനം ഇറക്കാൻ പറ്റൂല, വെള്ളത്തിലായി പോകും. എവിടൊക്കെ, ഏത് മുനിസിപ്പാലിറ്റിക്ക് വെള്ളം അടിച്ചൊഴിവാക്കാൻ പറ്റുക? അള്ളാന്റെ കടലിങ്ങോട്ട് വന്നാൽ ഫുജ്ജിറത്. ഇത് ഖുർആൻ പറയുന്ന അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യനും ചന്ദ്രനും വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് സഞ്ചരിക്കാനുള്ള ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്ത അല്ലാഹു ഈ ചന്ദ്രന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോവുകയും അതിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ഉണങ്ങിയ ഈത്തപ്പന കുല പോലെ പൊടിപൊടിയാകാൻ പോകുന്നു.
സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ ഊഴം വരെ സഞ്ചരിക്കാൻ പോകുന്നുണ്ട്. സൂര്യനും ഒരു ഡാർക്ക് മാറ്ററായി മാറാൻ പോവുകയാണ്. വെളിച്ചമില്ലാതെ പ്രഭയില്ലാതെ പൊലിഞ്ഞു പോകും. فإذا برق البصر وخسف القمر وجمع الشمس والقمر. അന്ത്യനാളിനെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് നോക്കി കാണാൻ കഴിയാത്ത വിധം കണ്ണിന്റെ പ്രഭ പോലും നഷ്ടപ്പെടുമ്പോൾ ഭൂമിയും സൂര്യനും അടുത്തു വരെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കുകയാണ്. ഇതിന്റെ ഭാഗമാണ് നമ്മുടെ താപനം അനുഭവിക്കുന്നത്. ഭൂമിയുടെ റൊട്ടേഷനിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ അല്ലാഹു തആല ഞൊടിയിടയിൽ വർദ്ധിപ്പിക്കുകയും, ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും അടുത്തു വന്നാൽ ഭൂമി ചന്ദ്രനെ പിടിച്ചു വലിക്കും. ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ ചന്ദ്രൻ പൊടിപൊടിയായി ധൂളിയായി ഭൂമിക്ക് ചുറ്റും പറക്കും. ഏതുപോലെ ശനിഗ്രഹത്തിന്റെ ചിത്രം നോക്കിയാൽ ഒരു വട്ടം കാണാൻ പറ്റും ശനിക്ക് ചുറ്റും. അത് ശനിഗ്രഹത്തിന്റെ ഉപഗ്രഹമായിരുന്നു. പിടിച്ചു വലിച്ചതാ ഗ്രാവിറ്റി കൊണ്ട്. പൊടിയായി, അങ്ങനെ പൊടിയായി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ധൂളിയായി പറക്കാൻ തുടങ്ങും. ഈ ധൂളിയോടുകൂടെ സൂര്യനിലേക്ക് ഭൂമി അടുത്താൽ സൂര്യനാണ് ഭൂമിയേക്കാൾ ഗ്രാവിറ്റി കൂടുതലുള്ളത്, ആകർഷണ ബലം കൂടുതലുള്ളത്. ആദ്യമായി പിടിക്കപ്പെടുന്നത് ആരാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ പൊടിയാണ്. ഈ പൊടി സൂര്യനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. സൂര്യനും ചന്ദ്രനും പിന്നെ ഒന്നാകും. ശുദ്ധ ഖുർആൻ. ഇത് നടക്കാൻ പോകുന്ന സംഗതികളാണ്. നടന്നു കഴിഞ്ഞവയുണ്ട്, നടക്കാൻ പോകുന്നവയുണ്ട്. വലിയ അത്ഭുതമാണ്. ചന്ദ്രനിൽ പിളർപ്പുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. പിളർപ്പ്, ചന്ദ്രനിൽ പിളർപ്പ് സംഭവിച്ചത് അതറിഞ്ഞിട്ട് മുസ്ലിമായ ആളുകളുണ്ട്. ഡേവിഡ് മൂസയെ പോലെ, ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ബ്രിട്ടീഷുകാരനാണ്. അയാൾ മുസ്ലിമാവാൻ തന്നെ കാരണം ചന്ദ്രൻ പിളർന്നു എന്നുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ലോകാവസാനം അടുത്തു വന്നിട്ടുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന് എവിടെയാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്ത് മക്കയിലാണ് നടന്നത്. ഖുറൈശികൾ ചോദിച്ചതാ, മുഹമ്മദ് നബിയെ, നിങ്ങളുടെ പടച്ചവൻ വല്ലാത്ത കഴിവുള്ള ദൈവം തമ്പുരാനാണെങ്കിൽ ഇക്കാണുന്ന ചന്ദ്രനെ 2 ഭാഗമാക്കി പൊളിയാക്കി കാണിച്ചു തരാമോ? പൂർണ്ണചന്ദ്രനെ നോക്കി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. യാ അല്ലാഹ്, എന്റെ സമൂഹം പറയുന്നുണ്ട്, പടച്ചവനെ, ഈ ചന്ദ്രന് നീ 2ആയി കാണിച്ചു കൊടുത്താൽ അവർ നിന്നിൽ വിശ്വസിക്കാമെന്ന്. 2 ഫിൽഖത്തുകളായി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വഹാബികൾ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ ചന്ദ്രൻ 2 പിളർപ്പായി, ഒന്നൊരു മലയുടെ മുകളിലും മറ്റൊന്ന് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലും എന്ന പോലെ തോന്നുമാർ 2 ഭാഗമായി മാറി നിൽക്കുന്നത്. ചന്ദ്രൻ മക്കയിലേക്ക് ഇറങ്ങിയതല്ലേ? ആകാശത്തുള്ള ചന്ദ്രനെ 2 പാതിയായി ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഖുർആനല്ലേ പറയുന്നത്, ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ വന്നെത്തുന്നതിന്റെ അടയാളങ്ങളിലുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുന്നത്. ചന്ദ്രൻ പിളർന്നു. അന്ന് ബ്രിട്ടീഷുകാർ ഒരു ലൈവ് പ്രോഗ്രാം UK-യിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സയന്റിസ്റ്റുകളുടെ ഡിബേറ്റ്, അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളും തമ്മിലുള്ള ഡിബേറ്റ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം മുസ്ലിമാണ്. ഇപ്പോ ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം മുസ്ലിമാണ്. മുസ്ലിമാനുള്ള കാരണം പറഞ്ഞ എന്താണെന്നറിയോ? അന്ന് അദ്ദേഹം ലൈവ് TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ച, അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷുകാരെ ചോദിച്ചു, പൊന്നാര അമേരിക്ക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളർ പൊടിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയി അല്ലേ? എന്താ മനുഷ്യ സമൂഹത്തിന് കിട്ടിയത്? നിങ്ങൾ കുറച്ച് കല്ലുകളുമായി വന്നു. ചന്ദ്രനിലെ കുറച്ച് കല്ലുകൾ എന്നല്ലാതെ എന്ത് നേട്ടമാണ് നിങ്ങൾ ചെയ്തത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു. അമേരിക്കൻ സയന്റിസ്റ്റുകൾ ഒന്നും പറഞ്ഞില്ല. ഇവർ പിന്നെ കയറി പിടിച്ച് പറയാൻ തുടങ്ങി, എന്ത് നേട്ടമാണ് നിങ്ങളെ കൊണ്ടുണ്ടായി? ബില്യൺ കണക്കിന് ഡോളർ പിടിച്ചിട്ടേ കുറച്ച് പാറക്കല്ല് കൊണ്ടുവരാൻ നിങ്ങൾ പോയത്. അപ്പൊ അവർ മറുപടി പറഞ്ഞു, ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അന്ന് ഇയാൾ മുസ്ലിമല്ല. അന്ന് അമേരിക്കക്കാര് പറഞ്ഞു,
ഞങ്ങൾ പോയത് മറ്റൊരു ദൗത്യത്തിനായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനിലെ ചില മലകൾ, ഇങ്ങനെ നിൽക്കേണ്ട മലകൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. മലയുടെ എൻഡുകൾ ഒരുമിച്ച് കൂടിച്ചേരാതെ നേർപകുതിയിൽ കട്ടായി പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒന്നാകെ ചന്ദ്രന്റെ ചുറ്റും ഇത് ഞങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞ ഒരു സാധനം when you cut open, എന്നിട്ട് അത് കൂടിച്ചേർക്കുമ്പോ അത് ഒരേപോലെ നിൽക്കേണ്ടതിന് പകരം ഒരൽപ്പം ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാനാ ഞങ്ങൾ ശരിക്കും പോയത്. അത് പഠിക്കാൻ വേണ്ടി പോയതാണ്. ചന്ദ്രൻ രണ്ട് കഷ്ണമാക്കപ്പെട്ടതുപോലെ തോന്നുന്നുവല്ലോ. കാരണം മലകളുടെ എൻഡുകൾ നിൽക്കുന്നത് ഒരേപോലെയല്ല, ഒന്ന് മറ്റൊന്നിലേക്ക് ഒരൽപ്പം മാറിയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ചന്ദ്രന്റെ ചുറ്റും ഞങ്ങൾ കണ്ടു. അതിന്റെ സത്യാവസ്ഥ പഠിക്കാനാണ് ചന്ദ്രനിലേക്ക് ഞങ്ങൾ യാത്ര പോയത്. ഇത് പറഞ്ഞപ്പോഴാ ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന ഖുർആനിന്റെ പരിഭാഷ വായിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഇതത്ഭുതം, ഇതത്ഭുതം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ലോകാവസാനം അടുത്തിരിക്കുന്നു. ചന്ദ്രൻ പിളർന്നു. ആ പിളർപ്പിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ആ നേരം പറഞ്ഞ വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബ്രിട്ടീഷുകാരനായ ബുദ്ധിജീവി ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡേവിഡ് മൂസയായത് ഇന്ന് മുസ്ലിമാ. തന്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ മുസ്ലിമാവാനുള്ള കാരണം അന്വേഷിച്ചാൽ മനസ്സിലാവും.